ഏത് സംഗതിയാണെങ്കിലും നിങ്ങൾ കരാർ ഒപ്പിട്ടാൽ സേവനം നൽകാതെ തന്നെയാണ് പൈസ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങി, കാറിന് ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസ് എടുക്കുന്നത് സേവനം നൽകിയിട്ടാണ് അല്ലോ. കാർ അപകടപ്പെട്ടില്ലെങ്കിലും ഇൻഷുറൻസ് അടയ്ക്കണ്ടേ? അതാണ് അങ്ങനെ വെച്ചാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ പേരിലും കേസ് എടുക്കേണ്ടി വരുമല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുക. അത് സേവനം ആവശ്യമായിട്ട് വന്നാൽ കൊടുക്കുകയും സേവനം തന്നില്ലെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. അത് സേവനം എന്നുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഏത് സ്ഥാപനം അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ അതിൽ ഞാനൊരു സർവീസ് പ്രൊവൈഡറാണ്. സർവീസ് പ്രൊവൈഡർ ഒരു കരാറിൽ ഒപ്പിടുകയാണ്. അത് സർവീസ് പ്രൊവൈഡറും കരാറും തമ്മിലാണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളില്ല. അപ്പോൾ തികച്ചും സേവന രംഗത്തുള്ള ഏത് സ്ഥാപനവും പ്രവർത്തിക്കുന്ന തരത്തിലല്ലാതെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് പല പരിശ്രമങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ലാവ്ലിംഗ് കേസ് ഉണ്ടാക്കിയ എങ്ങനെയാണ്? കടലിലൂടെ പുഴയിലൂടെ ഒഴുകിപ്പോയ വെള്ളത്തിന് വില നിശ്ചയിക്കുക. കേരളത്തിലെ ഒരു പ്രമുഖ മലയാള മാധ്യമം ഒരു CNTG-യുടെ ഒരു എന്താണ് ടെക്നിക്കൽ എറർ ചൂണ്ടിക്കാട്ടിയത് ആദ്യ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അത് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തതിന് മുകളിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വേണ്ടിയത്. പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായതല്ല, ആവാതിരിക്കാൻ തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും അത് പിന്നീട് UDF ഏറ്റെടുക്കുകയും ക്യാബിനറ്റിനെ അത് അംഗീകരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ CPM-നെതിരായിട്ടും പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ അപവാദ പ്രചരണങ്ങളും CPM-നെ ദുർബലപ്പെടുത്താനുള്ളതാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ CPM-നെ ദുർബലപ്പെടുത്താൻ മറ്റൊരു തരത്തിൽ അക്രമങ്ങളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക്. ഇത് മാത്രമല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നേരെ പറഞ്ഞു, മക്കൾക്ക് നേരെ പറഞ്ഞു, എല്ലാവരും നേരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു രാഷ്ട്രീയമാണ്. അതിൽ മറ്റൊരു തരത്തിൽ അതിനെ കാണേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയമായ ആക്രമണം CPM-നെതിരായി നടത്തുമ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ കേരളത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ദൗത്യമുണ്ട്. ആ രാഷ്ട്രീയ ദൗത്യത്തിൽ കേരള ജനത അദ്ദേഹത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായിട്ട് പിണറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ധാരാളം അദ്ദേഹത്തിന് നേരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടാണല്ലോ, ആരോപണങ്ങളില്ലാതെയല്ല പിണറായിയെ ജനം അംഗീകരിച്ചത്. കാരണം ഇതെല്ലാം അസത്യമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഘടകങ്ങളാണെന്നുള്ള തികഞ്ഞ തിരിച്ചറിവ് കേരളത്തിനുണ്ട്. യാതൊരു സംശയമില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും സഖാവ് പിണറായി വിജയൻ്റെ വ്യക്തി ജീവിതത്തെ അത് എന്തെങ്കിലും സ്വാർത്ഥ ലാഭ താല്പര്യപ്രകാരമായി രൂപപ്പെടുത്തുകയാണെന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് തന്നെ വഖഫ് ബില്ല് വരുന്നു, അതുപോലെ ഇപ്പോൾ വീണയ്ക്കെതിരെയുള്ള ഈ പ്രോസിക്യൂഷൻ വേണ്ടിയുള്ള തീരുമാനം വരുന്നു. ഇതിലൊക്കെ ഒരു സ്വാഭാവികതയാണ്. മാത്രമല്ല, വീണ ജോർജിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതും പാർട്ടി കോൺഗ്രസ് സമയത്താണ്. അല്ല, അതിപ്പോൾ നമ്മൾ കാണേണ്ടത് വെച്ചാൽ ഇപ്പോൾ BJP RSS എങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാലോ. അത് സ്വാഭാവികമായിട്ടും അതിന് അവരുടേതായൊരു പ്രവർത്തന രീതി, അതിൽ ഒരുതരം മാന്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. RSSൻ്റെ ഒരു പ്രവർത്തന രീതിയുണ്ട്. അതിൽ സാമൂഹ്യ മാന്യതകളുടെ രൂപത്തിലല്ലാതെ പ്രവർത്തിക്കുക. അതെപ്പോഴും കടന്നാക്രമിക്കുകയാണ് ചെയ്യുക. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. സ്വാഭാവികം, അത് അവരുടെ പ്രവർത്തന രീതിയാണ്. അതിലെല്ലാ കാലത്തും അവർക്കൊരു അജണ്ട ഉണ്ട്. ആ അജണ്ടയിലേക്ക് എത്തിക്കാൻ യാതൊരു ജനാധിപത്യ മാന്യതകളും അവരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതില്ല. കാരണം RSS ഒരു ജനാധിപത്യ പ്രസ്ഥാനമല്ല, BJP-യും ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംഘടനയല്ല. അതുകൊണ്ട് അവരുടെ നീതിബോധം തന്നെ നമ്മുടെ പൊതു നീതിബോധത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ നീതിബോധത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിലിപ്പോൾ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. പാർട്ടി ഇതിനെ എങ്ങനെ നേരിടണം? പാർട്ടി ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും. ഏത് വിഷയം വന്നാലും രാഷ്ട്രീയമായിട്ടല്ലേ പാർട്ടി നേരിടും. അല്ല, പിണറായിയെ ലക്ഷ്യമിടുന്ന പറഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ അല്ല. അത് വളരെ ക്ലിയറാണ്. പിണറായി ഒരു വ്യക്തിയല്ല. പിണറായി CPM-ന്റെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടായിട്ട് കേരളത്തിൻ്റെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പിണറായി വിജയൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു. ഇപ്പോൾ കുറ്റം ചെയ്തിട്ടാണ് പിണറായി എത്രയോ കൊല്ലങ്ങൾ ജയിലിലിട്ടില്ലേ, ഭീകരമായി മർദ്ദിച്ചില്ലേ. ഇതൊക്കെ കുറ്റം ചെയ്തിട്ടാണ്. എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് പിണറായി തല്ലി എല്ലാം ഒടിച്ചില്ലേ. അത് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണ്. അപ്പോൾ
നമ്മുടെ നീതിബോധത്തിൻ്റെ പ്രത്യേകതയാണത്. നമ്മുടെ നീതിബോധത്തിൻ്റെ എല്ലാം നമ്മുടെ നീതി വ്യവസ്ഥയിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ നേരെ ഇത്തരം അതിക്രമങ്ങളും ആക്ഷേപങ്ങളും കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ UDFൻ്റെ കയ്യിലോ BJPയുടെ കയ്യിലോ ഒരു രാഷ്ട്രീയ ആയുധമില്ല. ഒറ്റ രാഷ്ട്രീയ ആയുധമേ ഉള്ളൂ, അത് കളവുകൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക, അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി അപകീർത്തിപ്പെടുത്തുക. അതൊരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി CPMനെ നേരിട്ട് തോൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാതെ വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പൊതുരീതിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുന്നിൽ ഞങ്ങളാരും ഈ പാർട്ടിയും തോറ്റു മുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് അതേ നിലയിൽ നേരിടും. ഇത് ഞങ്ങൾ അത് സംബന്ധിച്ച് സഖാവ് കോടിയേരി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ നിങ്ങളിപ്പോൾ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സഖാവ് കോടിയേരി മകനുമായി ഉയർന്നു വന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിലും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലും ഒരു വിശദീകരണം നൽകുകയുണ്ടായി. വളരെ വ്യക്തമായിരുന്നത് അദ്ദേഹം അതിനെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും പാർട്ടിയെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മറുപടിയാണ് കേരളീയ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്. അതെ, അപ്പോൾ ആ മറുപടി ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കെ ഈ ചോദ്യത്തിൽ ഒരു ദുസ്സൂചനയുണ്ട്. അതിൽ ഞാൻ മറുപടി പറയില്ല. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായതുകൊണ്ടായിരിക്കാം BJP സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള ആളുകൾ പാർട്ടി കോൺഗ്രസ് തന്നെ അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വിടുന്നു. അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ല, ഇതല്ലാതൊരു ആവശ്യം അവരൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെയല്ലാതെ എന്താ ആവശ്യപ്പെടും? ഈ രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഇപ്പോൾ മറ്റേ BPL എന്തായിരുന്നു മറ്റേ BPL അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവരൊക്കെ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്ന ആൾക്കാരാണ്. BJPയിലേക്ക് വരുന്ന വഴി തന്നെ എത്ര പാർട്ടി ചേർന്ന് നമ്മൾ വേറെ നോക്കിയാൽ ആ വന്ന വഴികളുണ്ട്. ഇവരൊന്നും കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഇടപെടലുകളോ സേവനങ്ങളോ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയിട്ട് നേതാക്കന്മാരായവരല്ല. ഒരു ദിവസം രാവിലെ അവർ BJP എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. BJPയിലെ നേതൃത്വം രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ഒക്കെ വിവിധങ്ങളായ വ്യവസായ താല്പര്യങ്ങളെയാണ്. നാളെ രാവിലെ പിന്നീട് ഒരു ദിവസം നമ്മുടെ അംബാനിയോ അദാനിയോ ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിയോ BJPയിൽ വന്ന് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയത്തിലെ പുതിയ രീതിയാണ്. ട്രംപിൻ്റെ അങ്ങേപ്പുറത്ത് ഇലോൺ മസ്ക് ഇരിക്കുകയല്ലേ. ഇത്തരം ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അല്ല, പാർട്ടിയെ എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കില്ലേ? പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മളെ സഖാക്കളുടെ മുന്നിൽ കിടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ വേട്ടയാടലുകൾ അതിജീവിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട്